ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൂക്ക് വരച്ചിട്ട് അതെങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പലർക്കും ഇപ്പോൾ ഔട്ട്ലൈൻ ചെയ്യാൻ അറിയായിരിക്കും, ഷെയ്ഡിങ് ആയിരിക്കും പലർക്കും ബുദ്ധിമുട്ട് വരുന്ന ഭാഗം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ഡോംസിൻ്റെ പെൻസിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പെൻസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഡോംസിൻ്റെ ഈ ഒരു ഡ്രോയിങ് പെൻസിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് കേട്ടിട്ട് നിങ്ങളിത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2B പെൻസിൽ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ ഷെയ്ഡിങ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ലൈറ്റ് ഷെയ്ഡിൽ നിന്നാണ് ഡാർക്കിലേക്ക് പോകുന്നത് പറയാറുണ്ട്. അപ്പം ഏത് ഡ്രോയിങ് ആണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ കണ്ണ് വരയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ മുടി വരയ്ക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വരച്ച് നോക്കിയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കാം കേട്ടോ. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് വരയ്ക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് വെറുതെ കണ്ടു പോകാണ്ട് നിങ്ങൾ കാണുന്ന സമയത്ത് അത് വരച്ചിട്ട് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ, ഡ്രോയിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വരച്ച് നോക്കുക, പ്രാക്ടീസൊക്കെ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ഒരു മൂക്കിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്യുക എന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ചില ഫോട്ടോസൊക്കെ നമുക്ക് വരയ്ക്കാൻ കിട്ടുന്ന സമയത്ത് അതിൽ മൂക്കിൻ്റെ ആ ഒരു വലിപ്പത്തിലും ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. പിന്നെ നമ്മൾ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ആണെങ്കിൽ അതിൽ മൂക്കിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും. അതായത് നമുക്ക് ആ വരയ്ക്കുന്നതിലും അല്ലെങ്കിൽ ആ ഷെയ്ഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒരു ഫോട്ടോയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് വരയ്ക്കുന്ന സമയത്ത് ഉണ്ടാകും. നമുക്ക് നോർമലായിട്ട് എങ്ങനെയാണ് ഒരു ഷെയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്യുക എന്ന് മാത്രമാണ് വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു മൂക്ക് വരച്ച് പഠിക്കുക. അതിനൊപ്പം തന്നെ വിവിധ തരം ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് അതിൽ മൂക്ക് നോക്കിയിട്ട് അത് തന്നെ വരച്ച് പഠിക്കുക. പിന്നെ ഓരോ സൈഡിൽ നിന്ന് നോക്കുന്ന ആ ഒരു സമയത്തുള്ള ഷേപ്പ്, അതുപോലെയുള്ള ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ നോക്കി വരച്ച് പഠിക്കുക കേട്ടോ. അതുപോലെ ഞാൻ പറയുന്നതാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വരയ്ക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എങ്കിൽ നിങ്ങളത് തന്നെ ഫോക്കസ് ചെയ്ത് വരയ്ക്കുക എന്നുള്ള കാര്യം. കണ്ണ് വരയ്ക്കുകയാണെങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾ വരച്ച് പഠിക്കുക. നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ ഭാഗങ്ങളും പ്രത്യേകം വരച്ച് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ഡ്രോയിങ്ങും റിയലിസ്റ്റിക്കായിട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുക. അത് മാക്സിമം അതിലെ ഷെയ്ഡിങ് ആണ് ആ ഒരു ഡ്രോയിങ് റിയലിസ്റ്റിക്കായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം മാക്സിമം ഷെയ്ഡിങ് നല്ല രീതിയിൽ ചെയ്യാണ്ട് ശ്രമിക്കുക. ടൈം എടുത്ത് തന്നെ ചെയ്യുക, പെട്ടെന്ന് ചെയ്ത് തീർക്കാണ്ട് നല്ല ക്ഷമയോടെ ഇരുന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കണം.
അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഡോംസിൻ്റെ ഡ്രോയിങ് പെൻസിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് വലിയ ബെറ്റർ ആയിട്ടൊന്നും തോന്നിയില്ല. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് 8P പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 8P പെൻസിൽ ഉപയോഗിച്ചിട്ടും ആ ഒരു കറുപ്പൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല നല്ല രീതിക്ക്. അതായത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡാർക്ക്നെസ് ഈ പെൻസിലിനില്ല. ഇതിലും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ആർട്ട് ലൈൻ തന്നെയാണ്. ഈ റേറ്റൊക്കെ തന്നെ വരുന്നുള്ളൂ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു പെൻസിൽ എനിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിയൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമെങ്കിൽ അത്യാവശ്യം ഡാർക്ക്നെസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഒരുപാട് ഡാർക്ക്നെസ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. പിന്നെ പെൻസിലിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പം അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആർട്ട് ലൈൻ്റെ പെൻസിലും അതുപോലെ ബ്രിസ്റ്റോയുടെയും പിന്നെ ഫാബർ കാസ്റ്റലിൻ്റെയും ഇപ്പം ഡോംസിൻ്റെയും നമ്മൾ വാങ്ങി യൂസ് ചെയ്ത്. അപ്പോൾ ഈ 4 പെൻസിൽ ഞാൻ വാങ്ങി യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ബ്രിസ്റ്റോയുടെ പെൻസിൽ തന്നെയാണ്. പിന്നെ അതിൽ ബ്രിസ്റ്റോയും കുഴപ്പമില്ല, ആർട്ട് ലൈനും കുഴപ്പമില്ല. ബ്രിസ്റ്റോ കുറച്ച് റേറ്റാണ്, ആർട്ട് ലൈൻ്റെ അത്രയും വരുന്നില്ല. അപ്പോൾ ആർട്ട് ലൈനും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങി നോക്കാം. അപ്പം എൻ്റെ ഒരു ഇതിൽ വരുവാണെങ്കിൽ അല്ലെങ്കിൽ പറയുവാണെങ്കിൽ ആർട്ട് ലൈനും കുഴപ്പമില്ല, ബ്രിസ്റ്റോയും കുഴപ്പമില്ല. പിന്നെ ഫാബർ കാസ്റ്റിലും ഇപ്പം വലിയ ഡാർക്ക്നെസ് ഇല്ല. പെൻസിൽ നല്ലതാണ്, നമുക്കൊരു ഡാർക്ക്നെസ് അത്രയും കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഡോംസും അത് തന്നെ സെയിം ഇഷ്യൂ തന്നെ ഡോംസിനും വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഓരോ പെൻസിലും വാങ്ങി എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇങ്ങോട്ട് പറയാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ പെൻസിൽ വാങ്ങിയത്. അപ്പം ജസ്റ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.